മുത്തേ ഇതുപോലുള്ള 2K കാട്ടവരാളികൾ കാരണമാണ് എല്ലാവർക്കും കൂടെ പേരാകണത്. ഏൽപ്പിച്ചു തരാം. കോളെടുത്ത് കഴിഞ്ഞാൽ ചെള്ളടിച്ച് ഓടിക്കുന്നൊക്കെ എന്താണോ പറയണേ അവനോലും അറിയില്ല. ലൈവിലിട്ട് നാട്ടിക്കുന്നൊക്കെ മത്സരമോ തീർച്ചയായും തോൽപ്പിക്കാൻ. മൈരനൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കുണ്ണത്തരമൊക്കെ കാണിക്കണത്. മനസ്സിലായ? എന്ത് പറയാനാണ് കുണ്ണേനൊക്കെ. എന്ത് ഏത് വേറൊരു കാട്ടവരാതി ഉണ്ട് അപ്പുറത്ത്. എന്റെ കൂട്ടുകാരെ വേറെ തന്നെ രണ്ടും കൂടെ സ്കൂളിൽ നിന്ന് നടന്നു വരുവാന്ന് തോന്നുന്നുണ്ട് വീട്ടിലോട്ട്. ഇത് പറയാനാണ് 2K ഫുണ്ട് ഞാനല്ല, സോറി എന്നാ മുത്തേ. 2K ഫുണ്ടുള്ള സീൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇത് എന്ത് പ്രശ്നം എനിക്കറിയില്ല കേട്ടാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇവന്മാരെ ഞാൻ ഈ റീകോണാടായാലും ഷോയുടെ ഒക്കെ ആണെങ്കിലും ഞാൻ ഒരു മിതമുണ്ട്, മനസ്സിലായോ? ഇവന്മാരെയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ഇതിലെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ ലൈവ് വരുന്നവരെ വിടുമ്പോൾ ഞാൻ ഈ പോകുന്നതായ വിളിക്കാൻ പറ്റും, പക്ഷെ അങ്ങനൊന്നും പറയാറില്ല. ഇവിടെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനായപ്പോൾ കോൾ ചെയ്തു, മനസ്സിലായോ? കോൾ ചെയ്തപ്പോൾ എടുത്ത് അവളാണ്. ഇവൻ തായും കൂട്ടി ഇവനും എൻ്റെ കൂട്ടുകാരന്മാരും കൂടെ കിടന്ന് തെറി വിളിക്കും കേട്ടാ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തോ ഒരുത്തൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ടോ പറഞ്ഞു. അപ്പം ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ തെറി വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഇവന്മാരെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചു. അപ്പം തന്നെ അടുത്തതാണ്. ഇതിന് മുന്നേ തെറി വിളിച്ചായിരുന്നു ഇവന്. ഇതിന് ആദ്യം ഇവൻ കോൾ ചെയ്തിട്ട് ഇവൻ ഏതാണ്ട് കടന്ന് പറഞ്ഞ കേട്ടാ പുണ്ടച്ചിമാൻ. ഇവൻ വിചാരിച്ചതന്നെ ഇവനങ്ങ് മറ്റേ മൂഞ്ചി പോകുന്ന. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം കടന്ന് കരഞ്ഞോണ്ടിരിക്കുക, ഇത് ഡിലീറ്റ് ചെയ്യുമോ അണ്ണ ഞാൻ അണ്ണൻ്റെ വലിയ ഫാനാന്ന്. ഈ പറയുന്നവനും തെറി വിളിച്ചുകൊണ്ട് പറയാം ബ്രോ എൻ്റെ സൗണ്ട് നോക്കും ബ്രോ. എന്നിട്ട് ഇവൻ അയച്ചെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞടാ. ഇവൻ കേസ് കൊടുക്കുക. മൊത്തം നാളെ സൈബർ സെല്ലിൽ പോവാണ് ഈ കുണ്ണയ്ക്ക് അവനൊക്കെ എതിരെ കൊടുക്കാൻ വേണ്ടി. നാളെ സൈബർ സെല്ലിൽ പോകാൻ പോകണം, മനസ്സിലായ? എന്നിട്ട് ലാസ്റ്റ് കരയോ കടന്ന് ബ്രോ ഞാൻ അല്ല ബ്രോ കൂട്ടുകാരനാ ബ്രോ, നാട്ടിലൊക്കെ സീനാ ബ്രോ, ഡിലീറ്റ് ആക്കും ബ്രോ, അതാ ബ്രോ ഇതാ ബ്രോ, കാല് പിടിക്കാൻ ബ്രോ. ഞാൻ പറഞ്ഞു നിന്റെ കറണ്ട് ലൊക്കേഷൻ ആയിരിക്കും, ഞാൻ എല്ലാം ഡിലീറ്റ് ആയിക്കളാന്ന് പറഞ്ഞു. പിന്നെ പോയെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ നോക്കിയില്ല. പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഷോളോടൊക്കെ പിന്നെ കളിക്കാൻ വേണ്ടി കയറി. നോക്കട്ടെ ഇത് നോക്കട്ടെ. എല്ലാം ഡിലീറ്റ് ചെയ്തിടുക, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പേടിത്തൂറിയൊക്കെ എന്നാത്തിന് ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ പേടിത്തൂറി തീട്ടക്കണ്ടീനൊക്കെ എന്നാ പറയണ്ടേ. 8 പഠിക്കുക അവൻ. 8 പഠിക്കുക. ഞാൻ ചോദിച്ചു എത്രല്ല പഠിക്കണേ? 8 ബ്രോ പഠിക്കണേ. 8 പഠിക്കുന്നവൻ്റെ വായിന്ന് വരുന്ന വർത്താനം തായും പൂവും കൂട്ടി മാത്രം. എന്ത് പറയാനാ? വീട്ടില് സീനാ ബ്രോ, അമ്മയുടെ നമ്പരാ ബ്രോ, അതാ ബ്രോ ഇതാ ബ്രോ എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ എന്നാ പറയാനാണ് ഇവനൊക്കെ. അവനെ അറിയാവുന്ന ആരെങ്കിലും പറയണം കേട്ടോ. ചിലപ്പോൾ അവന്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെ പറയണേ നിങ്ങൾ എന്നോട് കേട്ടാ. ആ ചാറ്റിലോ അങ്ങനെ വല്ലതും അവനെ അറിയാവുന്ന അവൻ്റെ നമ്പർ വല്ല അറിയാവുന്ന ആരെങ്കിലും പറയണേ. ഇത് ഈ ആവതില്ലാത്തവനൊക്കെ ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കണം, മനസ്സിലായ? കുറച്ച് ധൈര്യം ഉള്ളവനൊക്കെയാണ് കുഴപ്പമില്ല. ഇവൻ പേടിത്തൂറിയാണ്. എന്നിട്ട് ഇവൻ എന്തിനീ പരിപാടിക്ക് നിൽക്കണം? അതാ അമ്മക്കൊരു മെസ്സേജ് ആണ്. അവൻ വിചാരിച്ചേ അവനെ 2 തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു കൊട്ടിയതാണ്. ഞാൻ അവന് മെസ്സേജ് അയച്ച് ഞാൻ അവനെ തെറിയൊന്നും വിളിച്ചില്ലേടാ. ഞാൻ പറഞ്ഞടാ, ഞാൻ പേടിച്ചു പോയി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ 2K കുണ്ണേ നീ എന്തുവാടാ പറയണേന്ന് എന്താ ചോദിച്ചു. ഞാൻ അങ്ങനെ മെസ്സേജ് അവന്. അതിലേക്ക് കുറേ മെസ്സേജസ് ഉണ്ട് കേട്ടോ. അവൻ്റെ മെസ്സേജ് ഇല്ല, കുറേ വേറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്പർ ഇതാണ് അവൻ്റെ മെസ്സേജ്. ഇത് കണ്ടോ? ഇത് കണ്ടു നിങ്ങൾ എല്ലാം തെറി വിളിച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇത് പോട്ടതേ അണ്ണൻ അയച്ചേക്കുന്ന മെസ്സേജ് എല്ലാം അണ്ണൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. രണ്ടാവും പറഞ്ഞേക്കണേ ഈ നമ്പർ അയച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആ തെറി വിളിച്ചെന്ന് പറഞ്ഞേക്കണേ. പക്ഷെ ഇവൻ എപ്പോഴും എന്നെ തെറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ എപ്പോഴും എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇവനെ തിരിച്ച് എപ്പോഴും തെറി വിളിച്ചിട്ട് ബ്ലോക്ക് ആക്കി വിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടോ?
ബ്ലോക്കഡ് കോണ്ടാക്ട് കാണിച്ചേക്കണം കണ്ടാ. ഇവനെ എപ്പോഴും എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത് ചെയ്ത് വിട്ടേക്കണാണ്. ഇത് കണ്ടതേ, എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. ഇത് കണ്ടോ, മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണ്ട. ഇടയ്ക്ക് കുണ്ണയൊക്കെ കൊണക്കാൻ വേണ്ടിയിട്ട് എന്റെയൊക്കെ ഇവൻ വിചാരിച്ചേ വിചാരിച്ചിട്ട് ഞാനിത് ഫോർവേഡ് ചെയ്ത് മെസ്സേജ് വാട്സപ്പിൽ ബ്രോ എടുത്ത് നോക്ക്. ബ്രോക്ക് ആദ്യം കയറിയിട്ട് വാട്സപ്പിൽ ബ്രോ അല്ലെങ്കിൽ നാട്ടില് ഒരുപാട് പേരുണ്ട് ബ്രോ. ഞാൻ ഇതിന്റെ കൂടി വന്നാൽ ഞാൻ തൂങ്ങി ചാവേണ്ടി വരും. ഇതിലല്ല അമ്മയുടെ അവന് ഈ ആദ്യത്തെ അവരും കുറച്ച് മെസ്സേജ് അയച്ചായിരുന്നല്ലോ. അത് കഴിഞ്ഞാണ് അത് ഞാൻ അവളുടെ മറ്റേ മൊബൈലിൽ അവളുടെ മൊബൈലിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കോൾ എടുത്തെറിക്കാത്ത പട്ടിപ്പൂറി പൂണ്ടച്ചി മോൻ വാണിച്ചി ആ കുണ്ണ പൂറി മോനെ. നീ കോളേജിലെടുത്ത് ചല്ലടിച്ചാൻ പൊളിക്കും. ലൈവിലുള്ള കുന്തളിപ്പ് നീ കോൾ എടുത്തെടുക്കടാ പൂറ. നമ്പർ വാട്സപ്പിൽ ബ്രോ എടുത്ത് നോക്ക്. ബ്രോക്ക് ആദ്യം തെറിയിട്ടേക്കുന്നത് ഇവനാണ്. എന്റെ സീനാന്ന് ചോദിച്ചാൽ എന്റെ നമ്പറിൽ നിന്ന് ഇട്ടതാണ് ബ്രോ. എന്റെ നമ്പറിൽ നിന്ന് ഇട്ടതാണ് ബ്രോ. ബ്രോ എന്റെ സിം ഇതിലല്ല അമ്മയുടെ ഫോണിലാണ്. അമ്മയാണ് ഉപയോഗിക്കണേ. എന്തേലും ഒന്ന് ചെയ്യാം ബ്രോ എന്ന് എടുത്ത് നോക്ക്. അല്ലെങ്കിൽ എന്റെ നാട്ടില് ഒരുപാട് പേരുണ്ട് ബ്രോ. ഞാൻ ഇതിന്റെ കൂടി വന്നാൽ ഞാൻ തൂങ്ങി ചാവേണ്ടി വരും. ബ്രോ എന്തേലും ഒന്ന് ചെയ്യാം ബ്രോ. തെറിയിട്ടെ ഈ ബ്രോ ഈ ശബ്ദം നോക്കി പറ. ഞാനല്ല, കൊറേ പഴച്ച കൂട്ടുകാരുണ്ട് ബ്രോ. നമ്പർ വാട്സപ്പിൽ ബ്രോ എന്ന് എടുത്ത് നോക്ക്. ബ്രോക്ക് ആദ്യം വാട്സപ്പിൽ ബ്രോ എന്ന് എടുത്ത് നോക്ക്. ബ്രോക്ക് ആദ്യം തെറിയിട്ടേക്കുന്നത് ബ്രോക്ക് ആദ്യം തെറിയിട്ടേക്കുന്നത് ഇവനാണ്. എന്റെ സീനാന്ന് ചോദിച്ചാൽ എന്റെ നമ്പറിൽ നിന്ന് ഇട്ടതാണ് ബ്രോ. ബ്രോ എന്റെ സിം ഇതിലല്ല അമ്മയുടെ ഫോണിലാണ്. അമ്മയാണ് ഉപയോഗിക്കണേ. അല്ലെങ്കിൽ എന്റെ നാട്ടില് ഒരുപാട് പേരുണ്ട് ബ്രോ. ഞാൻ ഇതിന്റെ കൂടി വന്നാൽ ഞാൻ തൂങ്ങി ചാവേണ്ടി വരും. ബ്രോ എന്തേലും ഒന്ന് ചെയ്യാം ബ്രോ. തെറിയിട്ടെ ഈ ബ്രോ ഈ ശബ്ദം നോക്കി പറ. ഞാനല്ല, കൊറേ ബ്രോ എന്താ ബ്രോ? സോറി ബ്രോ, ഞാനല്ല ബ്രോ. ഞാൻ ഇപ്പൊ വീട്ടിലിരിക്കണേ ബ്രോ. വീട്ടില് മുറി അടിച്ചിരിക്കയാണ്. വീട്ടിലെ അമ്മയൊക്കെ ഭയങ്കര ഒച്ചപ്പാട് ബ്രോ. ഞാനല്ല ബ്രോ. പ്ലീസ് ഇമ്മന്റെ ബ്രോ. അത് കാരണമാണ് എനിക്ക് പേടി. കോളുകൾ കുറെ വന്നോണ്ടിരിക്കാണ് ബ്രോ. അമ്മയുടെ ഫോൺ എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കണേ. എന്തൊരു കോളുകൾ തന്നെ ബ്രോ. എന്തെങ്കിലും ചെയ്യാമോ ബ്രോ? സോറി ബ്രോ. ബ്രോ എന്താണ് ബ്രോ? സോറി സായിപ്പോട്ടോട് ക്ഷമ ചോദിക്കുന്നു ബ്രോ. വോയിസ് ഒന്നെടുത്ത് വേറെ ഇടല ബ്രോ. ബ്രോ നാട്ടിലല്ലേ ബ്രോ. സോറി ബ്രോ. ബ്രോ എന്താണ് ബ്രോ? സോറി സായിപ്പോട്ടോട് ക്ഷമ ചോദിക്കുന്നു ബ്രോ. വോയിസ് ഒന്നെടുത്ത് വേറെ ഇടല ബ്രോ. ബ്രോ നാട്ടിലല്ലെങ്കിൽ ഇപ്പൊ നാണം കിട്ടാൻ എന്തോരം കോള് തന്നെയാന്നറിയോ ബ്രോ. ബ്രോനെ ഫോളോ ചെയ്യും. വീട്ടില് കസിൻ ചേട്ടൻ ഇപ്പൊ വിളിച്ച് കാണിച്ചു തന്നേക്കാ ബ്രോ. ഇവനെ അറിയാൻ ആരെങ്കിലും പറയണ കട ഇവന് കുറെ വേറെ മെസ്സേജ് ഉണ്ടായിരുന്നല്ല. ഇവൻ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് കറണ്ട് ലൊക്കേഷൻ അയച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല എന്നാണ്. ഒന്നും ചെയ്തില്ല മീൻസ് നീ ഇതിൽ കൂടെ ഫോൺ വിളിച്ച് പറയണ്ട, നീ നേരിട്ട് സോറി പറയണമെന്ന് പറഞ്ഞു. ഫോൺ പറഞ്ഞു ബ്രോ എന്നായിരുന്നു, നേരിട്ട് സോറി പറയണ്ട, ബ്രോക്ക് തല്ലാൻ ആളെ വിടാനല്ലേ. ഇവന്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ ഇവനൊന്ന് പോയി കാണണോടാ. ഇവന്റെ വീട്ടിലൊക്കെ പോയി പറയണം, മനസ്സിലായി? എന്നാലേ ഇവനൊക്കെ പഠിക്കത്തില്ല. ഇവനൊക്കെ കഴപ്പ് പിടിച്ച് നടക്കുന്ന കുണ്ണയാണ്, മനസ്സിലായ? കഴപ്പാണ് ഇവനൊക്കെ നല്ല. ഏതെങ്കിലും കുണ്ണ കൂട്ടുകാരൻ പറയുന്ന കേട്ട് ഇങ്ങനെ കുണച്ചാൻ നിൽക്കുന്ന ആരുണ്ട് അവനൊക്കെ. പക്ഷെ ഇവനാ തെറി വിളിച്ചേക്കണേ. ക്യാമറ നോക്കാൻ, ക്യാമറ ശരിയല്ലേ, ശക്തല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം എന്തിട്ട് ചെറിയൊരിത് വന്നിട്ടുണ്ടല്ലേ. അത് മൈക്ക് ഇവിടെ കയറി മൈക്കിൽ ചെയ്തായിട്ട് ഫോക്കസ് വന്നിട്ടുണ്ട്. സെയിം സൗണ്ട് ആ എനിക്കറിയാം സെയിം സൗണ്ടാന്ന്. പറയാ അവൻ്റെ ഇത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ. നമ്മളെന്നെ മണ്ടനാണോ ബ്രോ? ഏതോ ഒരുത്തൻ താഴെ കൂട്ടി വന്ന് തെറി വിളിക്കുന്നത്. ഞാൻ ആ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, താഴെ കൂട്ടി തെറി വിളിക്കുന്നത്. ഗ്രീൻ സ്ക്രീൻ കറക്റ്റല്ലേ? ഇപ്പൊ കറക്റ്റല്ലേ ഗൈസ്? സെയിം സൗണ്ടാണ്. കരയോ വന്നിട്ട് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മൊത്തം ഇതിൻ്റെയൊക്കെ?
ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാ കേസ് എടുക്ക് വെറുതെ എങ്ങനെ വന്നതല്ല. പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. പോലീസ് കംപ്ലൈന്റ് ഇല്ല, ഇവനെ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ, ഇവന്റെ നമ്പർ ഇറങ്ങി ഏതെങ്കിലും കൂട്ടുകാരന്മാരെങ്കിലും കാണും ഇവന്റെ, മനസ്സിലായ? ഇവന്റെ ഏതെങ്കിലും കൂട്ടുകാരന്മാരെങ്കിലും കാണും. ഒന്ന് എൻ്റെ വാട്സപ്പ്, എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, ഇല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറേ മെസ്സേജ് ഉണ്ട്, എനിക്കൊന്നൊരു 10,000-ഓളം മെസ്സേജ് വന്നിട്ടുണ്ട്. മറ്റേ ഇതുണ്ടല്ലോ, ഞാൻ പ്രൊഫൈല് വേറെടുത്തിട്ടുണ്ട്, അതിലെങ്കിലും മെസ്സേജ് ചെയ്യാം ഇവനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിലായ? നമ്മുടെ ലൈവ് കാണുന്നവന്മാർ തന്നെ കാണും കുറേ ആൾക്കാർ ഇവനെ അറിയാവുന്നവന്മാർ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ഡെവിൽ കളിക്കണോ വേണ്ടല്ലോ മുട്ടേ. തെറി വിളിച്ചാൽ വലിയ കാര്യമാണെന്ന് വിചാരം. എടാ തെറി വിളിച്ചോട്ടെ, എടാ മൈര എന്നാ ഉണ്ടോ, അല്ല എടാ മൈര എന്നൊക്കെ വിളിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടാ കൂടെ കൊണ്ടേന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞ് വിടത്തുള്ളൂ, മനസ്സിലായ? പക്ഷെ ഇതൊക്കെ എന്ത് കാണിക്കണേ, തായും പൂവും കൂട്ടിയൊക്കെ വിളിക്കണ ഭയങ്കര മടുപ്പ് പരിപാടിയാണ്, മനസ്സിലായ? അതൊക്കെ ഭയങ്കര ഓവറാണ്. അതൊക്കെ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്കിഷ്ടമല്ല കാര്യം പറയാം. ഇവന്മാരുടെയൊക്കെ വീട്ടിൽ പോയി പറയണം, എന്നിട്ട് ഇതൊക്കെ അങ്ങ് കേൾപ്പിച്ചു കൊടുക്കണം. കാവച്ച് എടാ നമ്മൾ ചെറുതായിട്ടൊക്കെ അല്ലടാ, നമ്മൾ പറയുന്ന തെറി, നിങ്ങൾക്കൊരു ഇതുണ്ട്, നമ്മുടെ പറയുന്ന തെറിക്കൊരു ഇതുണ്ട്, മനസ്സിലായ? തെറിയാണ്, പക്ഷെ എന്നാലും തെറിക്കൊരു കട്ടി കുറവാണ്. നമ്മൾ ഭയങ്കര കൂടുതൽ കട്ടികളൊന്നും വിളിക്കാറൊന്നുമില്ല. ഇന്ന് ഞാനെന്ത് ലൈവിൽ വന്ന് ഏതെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവന്മാർ പറയും, പിന്നെ ഞാൻ എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരെ മാത്രം ചുമ്മാ ഇങ്ങനെ വന്നിട്ട് പറയത്തുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ.